ക്രീമി ഫുഡ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ല കിടില റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ ഗാർലിക് എഗ്ഗാണ്. അതൊരു ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെ വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. എന്നിട്ട് അത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് പയ്യെ ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊരിക്കുക എന്ന് പറയുമ്പം കൂടുതൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് വടിയാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് തന്നെ എഗ്ഗ് എടുക്കാൻ നോക്കുക കേട്ടോ. കൂടുതൽ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സെയിം അതേ പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പയ്യെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി കുറച്ച് പകുതി പാലും പകുതി ഫ്രഷ് ക്രീമും ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ നിങ്ങൾ പാല് മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് പയ്യെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ പെപ്പർ, കുറച്ച് ഒറിഗാനോ, അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചതും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാനാണെങ്കിൽ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ക്രീമി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.